ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥ പണിക്കരുടെ മരണത്തിനുമുണ്ടായിരുന്നു ചില രാജ്യസ്നേഹത്തിന്റെ ബന്ധങ്ങൾ. ആ റിപ്പോർട്ടിലേക്കാണ്. കാർഗിൽ യുദ്ധത്തിനിടെ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ പിതാവായ വിശ്വനാഥ പണിക്കർ മരിച്ചത് ഇന്ത്യ പാക് പോരാട്ടം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാക് അതിർത്തിയിൽ ഇന്ത്യ പോരാടുമ്പോൾ കോഴിക്കോട് പന്നിയങ്കരയിലെ ഫ്ളാറ്റിലിരുന്ന് ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥ പണിക്കർ അതെല്ലാം ഒന്നൊഴിയാതെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തിനു വേണ്ടി പോരാടിയ ഓർമ്മകൾ, കാർഗിൽ യുദ്ധം, മകൻ വിക്രമിൻ്റെ വീരമൃത്യു, അങ്ങനെ ആത്മാഭിമാനം അലതല്ലുന്ന ഓർമ്മകൾ. അതിനിടയിൽ മരണം, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വീരമൃത്യു. ലഞ്ച് കഴിഞ്ഞിട്ട് കിടന്നിട്ട് പുള്ളി നീക്കാഞ്ഞപ്പോൾ ആൻറ്റി ആദ്യം എന്നെയാണ് വിളിച്ചത്. അപ്പം എന്നോട് പറഞ്ഞു പണിക്കരങ്ങളിൽ പോയി ശ്രീജിത്ത് എന്ന് പറഞ്ഞു. ഞാൻ എങ്ങോട്ട് പോയി? അല്ല, ഹി പാസ്റ്റ് അവേ എന്ന് പറഞ്ഞു. തൊട്ടു തലേന്ന് വെള്ളിയാഴ്ച വിശ്വനാഥ പണിക്കരുടെ വീട്ടിൽ ആഘോഷമായിരുന്നു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, റോട്ടറി ഭാരവാഹികൾ എല്ലാവരും ഒത്തുകൂടി. കളിയും ചിരിയും തമാശകളും. ലെവൻ o'clock ഞങ്ങൾ മടങ്ങി വരുന്നവരെ ഞങ്ങളെ കൂടെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു അന്താക്ഷരി കളിച്ചു. ആൻറ്റി ആയിരുന്നു ജഡ്ജായിട്ട് ഇരുന്നത്. അതിലും മൂപ്പര് ഫുൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനിടയിലും രാജ്യത്തെ മറന്നില്ല അദ്ദേഹം. 2 മിനിറ്റ് മൗനാചരണം ഭീകരരുടെ വെടിയേറ്റ് മരിച്ചവർക്കായി. നമ്മളെ നേഷന് വേണ്ടിയിട്ട് 2 minutes സൈലന്റ് പ്രയർ, അതൊക്കെ വളരെ ഒഫീഷ്യലായിട്ട് ചെയ്തു. ചിലരുടെ മരണം പോലും അങ്ങനെയാണ്. അതിനുമുണ്ടാകും ചരിത്രപരമായ പ്രാധാന്യം. രാജ്യത്തിനേൽക്കുന്ന മുറിവ് ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം ലഫ്റ്റനന്റ് കേണൽ വിശ്വനാഥ പണിക്കർ. വിരമിച്ച സൈനികന് ഇതിലും നല്ലൊരു മരണം ഉണ്ടാകാനില്ലല്ലോ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.